വീട്ടിൽ രണ്ടും മരണം എഴുതിയതാ. ഒന്ന് ഭർത്താവും രണ്ടാമത് ഇവനും. ഇന്ന് രാവിലെ യേശു അത് വെട്ടിക്കളയാൻ പോവാ. വെട്ടിക്കളന്നിട്ട് ഇവൻ ഒരു അത്ഭുതമായിട്ട് മാറാൻ പോവാ. ഇവന് വേണ്ടി ദൈവം ഒരു വഴി തുറക്കാൻ പോവാ. വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്നവരൊക്കെ വിളിച്ചോ. ഇവനെ മേലെ ശക്തി വ്യാപരിക്കാൻ പോവാ കേട്ടോ. ഇവനെ കരയുന്ന കരച്ചില് കേട്ടോ. ദൈവത്തിന്റെ പവർ ഇറങ്ങി വരാൻ പോവാ. വിളിച്ച യേശുവേ, നിന്റെ അപ്പനെ കൊണ്ടുപോയപ്പോ നിന്നെ കൂടെ കൊണ്ടുപോകാൻ ഒരെടുത്തെഴുതി വെച്ചേക്ക്. ഈ രാവിലെ ശാപം അതിനെ കീറിക്കളയാ. നിന്റെ പേരെന്തുവാ? ജോ. ഹോസ്പിറ്റലിൽ പോയോ? ഡോക്ടർ എന്തോ പറഞ്ഞേ? ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നിനക്ക് എത്ര വയസ്സുണ്ട്? 36. നീ കെട്ടിയോ? കല്യാണം കഴിച്ചില്ല? ക്യാൻസർ ഇപ്പൊ മാറാൻ പോവാടാ. എല്ലാരും കൂടെ കൈയടിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ കൈയടിച്ച് ഈ 36 വയസ്സുകാരെ സൗഖ്യമാകാൻ പോവാ. വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ വിളിച്ച്. ഇവന്റെ അമ്മ ഒരു സ്വസ്ഥത അനുഭവിച്ചിട്ടില്ല. സത്യ അപ്പനെ കൊണ്ട് സ്വസ്ഥത അനുഭവിച്ചിട്ടില്ല, ഭർത്താവിനെ കൊണ്ട്. ഇവനെയും കൊണ്ടും സ്വസ്ഥത. ഞാൻ പറഞ്ഞില്ല, ഞാൻ ശരിക്കും ഇവനെ വിളിച്ചപ്പോൾ കണ്ടത് രണ്ടും മരണം എഴുതി വെച്ചേക്ക്. ഒന്ന് അപ്പൻ, രണ്ടാമത് ഇവൻ. ഇന്ന് രാവിലെ യേശു സൗഖ്യമാക്കും. മോനെ, 36 വയസ്സുകാരാ, നിന്നോട് നിന്റെ വീട് എവിടാ? ബോംബെന്ന് വരുവാ നിങ്ങൾ. വേണ്ട, നിന്നോട് പ്രവചനം പറയുക, നീ സൗഖ്യാവും. നിനക്ക് ക്യാൻസർ നിന്റെ ശരീരത്തിൽ കാണത്തില്ല. നീ വിവാഹം കഴിക്കും. നിനക്ക് തലമുറ ഉണ്ടാകും. യേശുവിന് വേണ്ടി ജീവിക്കുന്നില്ലയോ? പറ, ജീവിക്കും. എവിടാ? ഇപ്പൊ സൗഖ്യമാകാൻ പോവാ. നിനക്ക് വിശ്വാസം ഇല്ലയോ? മോഴയൊക്കെ അങ്ങ് പോടാ. ഡോക്ടർമാരെ ചെക്ക് ചെയ്തിട്ട് എനിക്ക് ക്യാൻസർ ഇല്ലെന്ന് പറയും. നീ എലോഹിമിക്കൊരു സാക്ഷ്യം പറയും. യേശു എന്നെ സൗഖ്യമാക്കിയെന്ന സാക്ഷ്യം പറയും. യേശുവിന്റെ വിടുതൽ നീ ആളുകളുടെ മുമ്പിൽ വർണ്ണിക്കുമെന്ന് കർത്താവ് ഇന്ന് രാവിലെ എന്നോട് പറയുക. എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ആദരം തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചേ. യേശുവേ എന്ന് വിളിക്കാവുന്നവര് അപ്പച്ചാ, യേശുവേ അപ്പച്ചാ, ഞങ്ങളുടെ മോന്റെ മേൽ കൊടുത്ത വിടുതലിന് നന്ദി. ചെക്ക് ചെയ്യുമ്പം നോർമൽ ആകട്ടെ, വിവാഹം കഴിക്കട്ടെ, തലമുറ ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ.